എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രീനാഥ് മധുകുമാർ എന്നാണ്. ISL ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് കേട്ടിട്ടുള്ളവർക്ക് എൻ്റെ ശബ്ദം കേട്ട് പരിചയം ഉണ്ടാവും. ISL കമന്റേറ്ററാണ്. അതേപോലെ സൂപ്പർ ലീഗ് കേരള പ്രീമിയർ ലീഗിന്റെ ഒക്കെ കഴിഞ്ഞൊരു 6 വർഷമായിട്ട് കമന്റ് ചെയ്യുന്നത്. ഞാനിത് ഇവിടെ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ഒരു മെസ്സേജും അതുപോലെ തന്നെ ഈ സിനിമയുടെ ഒരു ബേസിനെ കുറിച്ചുമാണ്, ഇതുമായിട്ട് ബന്ധമില്ലെങ്കിൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യത്തെ കുറിച്ചാണ്, ഒരു മൂവ്മെന്റിനെ കുറിച്ചാണ് ഞാൻ ചെറിയ വാക്കുകളിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും ലോകകപ്പ് കണ്ടിട്ടുണ്ടല്ലോ അല്ലെ? ലോകകപ്പിലെ ബ്രസീലിയൻ ആരാധകർ ആരൊക്കെയാ? ആരുമില്ല. അർജന്റീന തോന്നി. അപ്പൊ എന്തായാലും നമ്മുടെ ഏഷ്യൻ രാജ്യമായിട്ടുള്ള ജാപ്പനീസ് ഫുട്ബോളിന് ഒരു നല്ലൊരു ഉയർച്ച ഈ കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ കാലയളവിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് അതിന് പരമപ്രധാനമായ റീസൺ, അവർ ഫുട്ബോളിലേക്ക് പാഷനേറ്റ് ആയി ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ടാണ്. അവർ ഇൻവെസ്റ്റ് ചെയ്തത് പൈസ മുഖേനയല്ല, അവർ സ്നേഹം മുഖേനയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതും ഈ ഒരു സിനിമയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ, ജാപ്പനീസ് ഫുട്ബോളിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അവര് ഒരുപാട് വർഷങ്ങളായി കഷ്ടപ്പെടുന്നതിന്റെ കൂടെ കുട്ടികളിലേക്ക്, അതായത് നമുക്ക് ഒരു നല്ല താരത്തെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ, ഒരു നല്ല ഫുട്ബോളറെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ കുട്ടികളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയും അവരെ ഫുട്ബോളിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേ സ്റ്റോറി തന്നെയാണ് ഇവിടെ ഗോള ബേസിക്കലി പറയുന്നത്. അപ്പം ജാപ്പനീസ് ഫുട്ബോള് ഒരു കൾച്ചറിൽ അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സംഗതിയാണ്. അവര് ഫുട്ബോളിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി കുട്ടികളെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതിനൊപ്പം തന്നെ വളരെ ചെറിയ പ്രായത്തിൽ കുട്ടികൾക്കുള്ളിലേക്ക് ഫുട്ബോളിനെ അവരുടെ വെയിൻസിനുള്ളിലേക്ക് ഇൻജക്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഒരു ക്യാപ്റ്റൻ സുബാസു എന്ന് പറയുന്ന ഒരു അനിമെ ക്യാരക്ടർ വെച്ച് വളരെ ചെറിയ പ്രായം മുതലേ തന്നെ കുട്ടികളെ ഇൻസ്പയർ ചെയ്യാൻ തുടങ്ങി. നമ്മൾ എന്തുകൊണ്ട് ഇന്ത്യ ലോകകപ്പ് കളിക്കുന്നില്ല എന്ന് എല്ലാവരും ചോദിക്കുന്നതാണ്. നമുക്ക് ഒറ്റ വാക്കിൽ വേണമെങ്കിൽ കാടടച്ച് വെടിവെച്ച സിസ്റ്റം ശരിയല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഈ സിസ്റ്റത്തിൽ ഉൾക്കൊള്ളുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. അപ്പൊ ഇതേ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ജപ്പാൻ എടുത്ത ഒരു വലിയൊരു മുന്നേറ്റം തന്നെയാണ് ഒരു ക്യാപ്റ്റൻ സുബാസു എന്ന് പറയുന്ന ഒരു അനിമെ ക്യാരക്ടർ യൂസ് ചെയ്ത് കുട്ടികളിലേക്ക്, കുട്ടികളുടെ ബ്ലഡിലേക്ക്, വെയിൻസിലേക്ക് അവർ ഫുട്ബോൾ ഇഞ്ചക്ട് ചെയ്തു. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു മെസ്സേജ് നൽകുന്ന ഒരു സിനിമയാണ്. കുട്ടികളെ ഈ ഒരു തൊത്ത് എന്ന് പറയുന്ന ക്യാരക്ടറെ മുത്ത് എന്ന് പറയുന്ന പരിശീലകൻ എടുത്ത് പരിശീലിപ്പിച്ച് ചെറിയ പ്രായം മുതൽ വളർത്തിയെടുക്കുന്ന വലിയൊരു മെസ്സേജ് കൊടുക്കുന്ന, എങ്ങനെയാണ് പ്രോപ്പറായ ഒരു ഫുട്ബോളറെ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു ക്ലാസ് അടക്കം എടുത്തു കൊടുക്കുന്ന ഒരു സിനിമയാണിത്. നമ്മൾ CK വിനീതിന്റെ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ ഉണ്ട്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ആദ്യമായിട്ടൊരു പരിശീലകനെ കിട്ടിയത് 17ാമത്തെ വയസ്സിലാണ്. ഇന്ത്യൻ ഫുട്ബോളിലെ സാഹചര്യമാണ്. 17ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് ഒരു പരിശീലകനെ കിട്ടിയത്. നേരെ മറുപുറത്ത് 17ാമത്തെ വയസ്സിൽ ലയണൽ മെസ്സി വേൾഡ് കപ്പ് കളിക്കുക. അപ്പൊ അതാണ് അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. അതിലേക്കൊരു എന്താണ് പറയുക, ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആകാൻ വേണ്ടി ഈ ഒരു സിനിമയ്ക്ക് ഡെഫിനറ്റ്ലി സാധിക്കും. കാരണം ക്യാപ്റ്റൻ സുബാസുവിനെ പോലെ ഇപ്പൊ മുത്തു ആയാലും തൊത്തായാലും ഇവര് ഇനി വരുന്ന ജനറേഷനെ, ഫുട്ബോൾ കളിക്കാരെ ഇൻസ്പയർ ചെയ്യുന്നതിലൂടെ തന്നെയാണ് സ്പോർട്സിലേക്ക് കൂടുതൽ എന്താണ് പറയുക, കുട്ടികളും അതുപോലെ തന്നെ ആൾക്കാരും ആകർഷിക്കപ്പെടുക. നമുക്ക് എന്തെങ്കിലും ലോകകപ്പ് കളിക്കാനായി കഴിയും. അപ്പം ലോകകപ്പിന് വേണ്ടിയുള്ള ഒരു പടി കൂടിയായിട്ട് നമുക്ക് ഡെഫിനറ്റ്ലി ഈ ഒരു സിനിമയെ കാണാം. ഗോളത്തെ ലഹരിക്കെതിരായിട്ടും അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളുടെ ആ ഒരു ഊഷ്മളതയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ ശ്രദ്ധിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. എല്ലാവരും ഡെഫിനറ്റ്ലി ഈ ഒരു സിനിമ ജൂലൈ മാസം 3-ാം തീയതി ചെന്ന് കാണണമെന്നുള്ളൊരു വലിയ അഭ്യർത്ഥന മാത്രമാണ് വയ്ക്കുന്നത്. താങ്ക് യു.